അൽ-അഖ്സ മസ്ജിദിന്റെ താഴെയും ചുറ്റുപാടും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഖനനങ്ങൾ ജെറുസലേമിലെ ഇസ്ലാമികവും ചരിത്രപരവുമായ ശേഷിപ്പുകൾക്ക് ഗുരുതര ഭീഷണി ഉയർത്തുന്നു. ഗുഡ്സ് ഗവർണറേറ്റ് ആണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. ഫലസ്തീൻ വാർത്താ ഏജൻസിയായ വഫക്ക് നൽകിയ അഭിമുഖത്തിൽ ഗുഡ്സ് ഗവർണറേറ്റ് ഉപദേശകൻ മഹ്റൂഫ് അൽ റിഫായിയാണ് അൽ-അഖ്സ മസ്ജിദിന്റെ കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രായേലിന്റെ ഖനനങ്ങൾ അൽ-അഖ്സ മസ്ജിദിന്റെ അടിത്തറ ദുർബലമാക്കി അസ്ഥിരപ്പെടുത്തുകയാണെന്നും ചരിത്രപരമായ വീടുകൾ, പുരാതന പാഠശാലകൾ തുടങ്ങിയ ഫലസ്തീനുമായി ബന്ധപ്പെട്ട ശേഷിപ്പുകൾക്ക് കേടുപാടുകൾ വരുത്തുകയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. യാതൊരു ശാസ്ത്രീയതയുമില്ലാതെ മസ്ജിദിന്റെ ഘടനാപരമായ സ്ഥിരതയ്ക്ക് ഭീഷണിയാകുന്ന ഈ ജോലികൾ രഹസ്യമായും അന്താരാഷ്ട്ര മേൽനോട്ടമില്ലാതെയുമാണ് നടക്കുന്നത്. ഖനനം മൂലമുണ്ടാകുന്ന വിള്ളലുകൾ അൽ-അഖ്സ മസ്ജിദിന്റെ ചില ഭാഗങ്ങൾ തകരാൻ ഇടയാക്കുമെന്ന ആശങ്ക വർദ്ധിച്ചിട്ടുണ്ടെന്ന് അൽ മംലക ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ റിഫായി പറയുന്നു. അൽ-അഖ്സ മസ്ജിദിന് തെക്ക് സിൽവാൻ പരിസരത്തുള്ള 600 മീറ്റർ നീളത്തിൽ പിൽഗ്രിംസ് റോഡ് തുരങ്കത്തിന് 50 ദശലക്ഷം ഷെക്കൽ, ഏകദേശം 133 കോടി രൂപ ഇസ്രായേൽ ചെലവഴിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് അവർ അവകാശപ്പെടുന്നത് പോലെ പുരാവസ്തു ഗവേഷണമല്ല നടക്കുന്നത്. ഇസ്രായേലിന്റെ നിയന്ത്രണം ഏകീകരിക്കാനും ജെറുസലേമിന്റെ ചരിത്രം തിരുത്തി എഴുതാനും രൂപകൽപ്പന ചെയ്ത രാഷ്ട്രീയ പദ്ധതികളാണെന്നും മഹ്റൂഫ് അൽ റിഫാഹി വ്യക്തമാക്കുന്നുണ്ട്. പഴയ നഗരത്തെ ജൂതവൽക്കരിക്കാനും അതിന്റെ മതപരവും സാംസ്കാരികവും ചരിത്രപരവുമായ സ്വഭാവത്തെ മാറ്റിമറിക്കുന്നതിനുമുള്ള ദീർഘകാല രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായി ഇസ്രായേൽ സർക്കാർ നേരിട്ട് തുരങ്കങ്ങൾക്ക് ധനസഹായം നൽകുന്നുണ്ട്. ഇസ്രായേൽ ദാവീദിന്റെ നഗരമെന്ന് വിളിക്കുന്ന പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന തുരങ്കങ്ങൾ പുരാതന ജലപാതകളായിരുന്ന കൽപാതകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇവ വറ്റിച്ച് തുരങ്കങ്ങളായും മ്യൂസിയങ്ങളായും സിനഗോഗുകളായും മാറ്റുകയാണ് ഇസ്രായേൽ. ജബാന മാർക്കറ്റ് എന്നറിയപ്പെടുന്ന ഇടം ജൂത വിനോദസഞ്ചാര പാതയായി ഇതിനകം മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. പുണ്യസ്ഥലങ്ങളിൽ ഇസ്രായേലിന്റെ നിയന്ത്രണം ശക്തിപ്പെടുത്താനും ജെറുസലേമിന്റെ ഫലസ്തീൻ ഇസ്ലാമിക സ്വഭാവം ഇല്ലാതാക്കാനുമാണ് ഈ തുരങ്കങ്ങൾ കൊണ്ട് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. അന്താരാഷ്ട്ര നിയമത്തെയും ജെറുസലേമിലെ പുണ്യസ്ഥലങ്ങളെ നിയന്ത്രിക്കുന്ന നിലവിലുള്ള സ്ഥിതിയെയും ഇത് ലംഘിക്കുകയാണെന്നും മഹ്റൂഫ് അൽ റിഫായി ചൂണ്ടിക്കാട്ടുന്നു. ഇതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിന്മേൽ ഇസ്രായേലി പരമാധികാരം അടിച്ചേൽപ്പിക്കുന്നതിനും കുടിയേറ്റ കേന്ദ്രങ്ങളിൽ മേൽ നിയന്ത്രണം നിയമവിധേയമാക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള 2 കരട് നിയമങ്ങൾ ഇസ്രായേലി സെനറ്റ് കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകി. ഇത് ഗുരുതരമായ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നും അന്താരാഷ്ട്ര നിയമസാധുത പ്രമേയങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ഏതൊരു നീക്കവും പൂർണ്ണമായും അസ്വീകാര്യമാണെന്നും അത് ദ്വിരാഷ്ട്ര പരിഹാരത്തിന്റെ അടിത്തറയെ ദുർബലപ്പെടുത്തുമെന്നും UAE മുന്നറിയിപ്പ് നൽകി.